ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈ സംസ്ഥാനത്ത് ലഹരി സംബന്ധിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു തലമുറയെ തകർക്കുന്ന വിധത്തിലുള്ള ലഹരി വ്യാപനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ എടുത്തിരിക്കുന്ന നിലപാട് ഞങ്ങൾ കുറേ കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. കേസെടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 5 ഗ്രാം കഞ്ചാവ് കണ്ടുപിടിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കെതിരായിട്ട് ഒരു കേസെടുക്കും. കേസെടുത്തതിന് ശേഷം ഒരു ശിക്ഷയും പറയും. അത് ഏതെങ്കിലും ഒരു ഫൈൻ അടച്ചവർക്ക് പോവുകയും ചെയ്യാം. ഈ രൂപത്തിൽ നിൽക്കുന്ന കേസുകൾ ഒരു യഥാർത്ഥ കേസായിട്ട് നമുക്കെടുക്കാനേ കഴിയില്ല. ഗവൺമെൻറ് 10,000-കണക്കിന് കേസെടുത്തു എന്ന് പറയുന്നത് ഇതുപോലുള്ള കേസുകളാണ്. എത്ര പേരെ കോടതി ശിക്ഷിച്ചു എന്നുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. കാര്യമായിട്ട് ഒരു ശിക്ഷയും ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ളൊരു ശിക്ഷയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഹരി വ്യാപനത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പരിശ്രമം ഒരു ചെയിൻ വർക്കാണ്. ആ ചെയിൻ വർക്ക് അധികൃതരറിയാതെ നടക്കുന്ന പ്രശ്നവുമില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാരിയർമാർ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ സ്വാധീനമുള്ള ആളുകളാണ്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണവുമുണ്ട്. ചെറുപ്പക്കാർക്ക് ഇതിലുള്ള ഏറ്റവും വലിയ ആകർഷകത്വം ഈസി മണി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുതൽ മുടക്കമില്ലാതെ സൗജന്യമായി പണം കിട്ടുന്നൊരു സംവിധാനം എന്നുള്ള നിലയിൽ ഈ ലഹരിയുടെ കാരിയർമാർ നിൽക്കുകയാണ്. അത് കാമ്പസുകളിലുണ്ട്, കാമ്പസിന് പുറത്തുണ്ട്, സമൂഹത്തിലുണ്ട്, പലയിടത്തുമുണ്ട്. ആ സംഘടിതമായ ഒരു ചെയിൻ വർക്കിനെ പൊളിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ലഹരി ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാടാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഗവൺമെൻറ് തൃപ്തികരമായ രൂപത്തിൽ അത് നടപടിയെടുക്കണം. ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ആയാൽ പോരാ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ എന്ന സംശയമാണ് ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാർക്കെല്ലാവർക്കും ഉള്ളത്. ലഹരിയുടെ ഈ വ്യാപനത്തെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി കൊടുത്തു. ആ മറുപടിയുടെ അവസാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അങ്ങീ പറഞ്ഞതിനകത്തൊന്നും ഒരു ആക്ഷൻ പ്രോഗ്രാം കണ്ടതേയില്ല. കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടെ കലാപരിപാടി നടത്തുന്നതിനെക്കുറിച്ച്, ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ച്, മറ്റു പല പരിപാടികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് ഒരു ആക്ഷൻ പ്രോഗ്രാമില്ലേ, ഇതിനു വേണ്ടി ഒരു നടപടി എന്ത് ചെയ്യും എന്നുള്ളത് പ്രഖ്യാപിക്കണ്ടേ? നിയമസഭയിൽ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയുമില്ല എന്നുള്ള അനുമാനത്തിലേക്ക് ജനങ്ങളെത്തുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചേ മതിയാവും. ഞാനിപ്പോഴും വേണമെങ്കിൽ പറയാം, കേരളത്തിൽ കഞ്ചാവ് വളർത്തുന്ന ചില സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങൾ ഏതെന്ന് ഉള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തലപ്പത്തിരിക്കുന്ന പല ആളുകൾക്കും അറിയാം. ചിലർ പാവങ്ങൾ അവർക്കറിയണമെന്നില്ല. പക്ഷെ പല ആളുകൾക്കും അറിയാം കേരളത്തിൽ കഞ്ചാവ് വളർത്തൽ കേന്ദ്രം ഏതാണ്, ഏത് സ്ഥലത്തു നിന്നാണ് ഈ കഞ്ചാവ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ റൂട്ട് ഏതാണ്. ആ റൂട്ട് മാപ്പും അധികൃതരുടെ കയ്യിലുണ്ട് എന്നെനിക്കറിയാം. ഇവിടെ നിന്നുണ്ടാക്കുന്ന കഞ്ചാവ് എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം അറിയില്ലേ? ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. എന്ത് നടപടി? ഒരു നടപടിയില്ല. അവസാനത്തെ നിമിഷത്തിൽ 5 ഗ്രാം കഞ്ചാവുമായിട്ട് ആരെയെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ അത് അങ്ങ് ആഘോഷിക്കുക. നമ്മൾ ഒരാളിനെ പിടിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആഘോഷത്തിന് വേണ്ടിയുള്ള അവസരമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു സാധ്യതയോ ആക്കി മാറ്റാതെ യഥാർത്ഥത്തിൽ ഈ കഞ്ചാവ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, വ്യാപനം നടത്തുന്ന ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ഏറ്റവും ദുഃഖകരമായ കാര്യം ഒരു കൊച്ചുകുട്ടിയുടെ വർത്താനാണ്. തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് ഒരു മിഠായി മേടിച്ച് കഴിച്ചു. ആ മിഠായിക്കകത്ത് ലഹരി ഉണ്ടായിരുന്നു. ആ ലഹരി ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടി പിന്നീട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. വീട്ടുകാരത് സീരിയസ് ആയിട്ടെടുത്തു. ഡോക്ടർമാരെ കാണിച്ചു, പറഞ്ഞത് ശരിയാണ് എന്നുള്ള നിലയിൽ വന്നു. അപ്പോൾ ഈ സ്കൂളുകളുടെ ചുറ്റുവട്ടത്തിൽ ലഹരി വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ? യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശിക്ഷയും കുറവാണ്. ശക്തമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളുണ്ടാകണം. ആ നടപടിക്ക് ഈ സമൂഹം അനുകൂലമല്ലേ? സമൂഹം പൂർണ്ണമായി ഗവൺമെൻറ്റിനെ അനുകൂലിച്ചിട്ടും ഗവൺമെൻറ് എടുക്കുന്ന ആക്ഷൻസിനെ എല്ലാവരും പോസിറ്റീവായിട്ട് കണ്ടിട്ടും ഗവൺമെൻറ് കയ്യും കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളറയിൽ നടക്കുന്ന രഹസ്യങ്ങൾ വളരെ ദുരൂഹമാണ്. അതില്ലാതാക്കുന്നതിനുള്ള നടപടിയുണ്ടാകണം.
ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള തോന്നലാണ് ഈ സമൂഹത്തിലുള്ളത്. അത് നമ്മുടെ കേരള ജനസമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒട്ടും ഗുണകരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സർ, റിപ്പോർട്ടർ ടി വി ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ ടി വി നടത്തുന്ന ക്യാമ്പയിന് ഞാൻ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമായിട്ട് വേണം. ഒന്ന്, ലീഗൽ ആക്ഷൻ വേണം. 2, ജനങ്ങളെ ബോധവൽക്കരണം വേണം. ആ ജനബോധവൽക്കരണത്തിൻ്റെ കാര്യത്തിലാണ് റിപ്പോർട്ടർ ടി വി നടത്തുന്ന ഈ ക്യാമ്പയിന് ഫലം. ആ ഫലം ഉണ്ടാവട്ടെ, അത് കൂടുതൽ വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.